രാവിലെ ഒരു ചായക്കുള്ള കടി ഉണ്ടാക്കാൻ, ഒരു പലഹാരം ഉണ്ടാക്കാനാണ്. അതിലേക്ക് കുറച്ച് വെള്ളം സ്റ്റവ് കത്തിച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റവുമ്മേ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ടത് തിളച്ച് വരട്ടെ. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം. ഒരു 1.5 കപ്പ് 200 ml കപ്പിന് ഒരു 1.5 കപ്പ് അരിപ്പൊടി, കുറച്ച് നാളികേരം ചിരകിയത്, കുറച്ച് ചുവന്നുള്ളി ചതച്ചത്, കുറച്ച് നല്ല ജീരകം ചതച്ചത്. ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, ബാക്കി അപ്പം കാണാം. ഇതപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച്, ഉപ്പിട്ടിട്ടുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക, ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക, നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴയ്ക്കണം. ഇതപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. ഒന്ന് ചൂടാറട്ടെ. ഇതപ്പോൾ പൊടിയൊക്കെ നന്നായി കുഴച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആയിരിക്കും ബെറ്റർ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടി ഇട്ടിട്ട് വാട്ടണതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു പൊടി നന്നായി വെന്തിട്ട് വരണം. അപ്പോൾ വെള്ളത്തിൽ തിളച്ച് വരുമ്പോൾ അതിലോട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുകയാണ് പൊടിയിലേക്ക്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതുപോലെ ചെയ്തോളാം. അപ്പോൾ ഞാനിത് വേറെ വേറെ ഷേപ്പിൽ ആണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്തിട്ട് കാണാം. ചെറിയ ഉരുളകൾ പിന്നെ ഇങ്ങനെ പീച്ചാമ്പടി പോലെ ഇതാക്കുക. കൈ ഇടയ്ക്ക് നനച്ചെടുക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ മോഡൽ ഷേപ്പുകൾ ഉണ്ടാക്കാൻ പറ്റിച്ചെങ്കിൽ അതേ മോഡലൊക്കെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇതപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി ആവി വയ്ക്കാനുള്ള പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഷേപ്പുകളാണ് ഇതൊക്കെ. ഇങ്ങനൊരു ഷേപ്പ്, പിന്നെ ഉരുള പോലത്തെ ഒരു ഷേപ്പ്, പിന്നെ അങ്ങനെ പരത്തിയിട്ടുള്ളൊരു ഷേപ്പ്, പിന്നെ അങ്ങനെ ഉരുളിട്ടിട്ട് ഇങ്ങനെ പീച്ചണ പോലെ ആക്കിയിട്ടുള്ള പീച്ചാമ്പടി പോലത്തെ ഒരു ഷേപ്പ്. അങ്ങനെ ആക്കി ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്തതിന് ശേഷം നമുക്ക് കാണാം. ഇതാ ഇപ്പോൾ ആവിയിൽ വേവിച്ച് വന്നിട്ടുണ്ട്. രാവിലത്തെ പലഹാരമായിട്ടുണ്ട്. നിങ്ങളത് വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള ഇതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും പല ഷേപ്പിലായ കാരണം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.